അച്ഛനെ പൊന്നാണ് അണിയിക്കുന്ന കണ്ണൻ. ഗാലക്സി. വെൽക്കം ടു യൂട്യൂബ്. ക്യാമറ സ്റ്റാർട്ട്. റോളിംഗ് സർ. വെൽക്കം ടു റോളിംഗ് ആണ്. യൂട്യൂബ് ചാനൽ. അത് അറിഞ്ഞില്ല സാറേ. ട്രിപ്പിൾ ആർ. വെൽക്കം ടു ട്രിപ്പിൾ ആർ ഗാലക്സി. ഓക്കെ. ചാങ് ചാങ് ചാങ്. അമ്മയെ പൊന്നാട അണിയിക്കുന്ന കണ്ണൻ. എനിക്ക് വയ്യ. ഇതാണോ അതിന്റെ തണുപ്പത്ത് മൂടുന്നല്ലേ? അതിനല്ലേ അമ്മയെ പുതപ്പ് എന്ന് പറയുന്നത്. നല്ല പൊന്നാട വേണം. പിന്നെ അല്ലാതെ മനുഷ്യരെ കൂളാക്കാനാണ്. എനിക്ക് പൊന്നാടാന്ന് പറഞ്ഞ് കൊണ്ടുവന്നാൽ നല്ല പൊന്നാടായിരിക്കും. അത് സാക്ഷാൽ കൊണ്ടുകൊണ്ടുള്ള ആളാണ്. പൊന്നാട എന്ന് അമ്മ ഉദ്ദേശിക്കുന്നത് പൊന്നുകൊണ്ടുള്ള ആടയാണോ അമ്മേ? അതെ അതെ അതെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ലക്ഷ്മി? എന്താ പറയും? ഇപ്പൊ നമ്മളൊരു വീഡിയോ എടുത്തില്ലേ യൂട്യൂബില്? ആ വീഡിയോയിൽ ആരെങ്കിലും ഓവർ ആയിരുന്ന ലക്ഷ്മി? നീ തന്നെ ഓവറായെങ്കിലേ ഉള്ളൂ, വേറെ ഓവറായിട്ടില്ല. പാവമാണ്. എന്റെ കൊച്ചു ഓവറൊന്നുമല്ല. ചൂടാടാ മക്കൾ നന്നായിട്ട്. നിന്റെ ഡാൻസാ? ഞാനിനിക്കുട്ടൻ ചട്ടമ്പി കുട്ടൻ, ഞാനിനിക്കുട്ടൻ ചട്ടമ്പി കുട്ടൻ, ഞാനിനിക്കുട്ടൻ ചട്ടമ്പി കുട്ടൻ, ഞാനിനിക്കുട്ടൻ ചട്ടമ്പി. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന കവിതയും കൂടെ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ഒരു കവിത പറഞ്ഞില്ലേ? എന്നത് 14 വർഷം. അത് ഇരിക്കണം. അവിടെ ഇരുന്നത് ആ ബാക്കിൽ ഇരുന്നത് സീറ്റ് ഉണ്ട്. മക്കളെ എണീപ്പിക്കാൻ പറ്റില്ലേ? ആ പറ പറയേ. എവിടെയെങ്കിലും പറയേ. ഉണ്ണിക്കുമാരി നീ കാട്ടിൽ വസിക്കണം ഇന്നി 14 വർഷം. ലക്ഷ്മി ബാക്കി കൂടെ പറ, ബാക്കി കവിതയും കൂടെ. ഉണ്ണിക്കുമാരി നീ കാട്ടിൽ വസിക്കണം ഇന്നി 14 വർഷം. വേറെ കവിത. ജന്മഗേഹം വിട്ടു നാട്ടിൽ എത്തവേ, ജന്മഗേഹം വിട്ടു നാട്ടിലെത്തവേ, ആ പട്ടാളക്കാരൻ എന്തു കരുതിയോ ആവോ 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 ആവോ. പട്ടാഭിഷേകമല്ലേ? അല്ല അതെല്ലാം പട്ടാഭിഷേകം അല്ല, അവൻ പട്ടാഭിഷേകത്തെ പട്ടാളക്കാരൻ. അങ്ങനെ കഥയിൽ ചോദ്യമില്ല സാറേ. കഥ അങ്ങനെ ഒരു കഥ അല്ല. ലക്ഷ്മി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ? നീ ഇന്ന് കേക്കണോ 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 കൂട്ടരെ? 5 കൊല്ലി പറഞ്ഞ കഥ, നമ്മൾ 5 കൊല്ലി പറഞ്ഞ കഥ കേക്കണോ കൂട്ടരെ? ഇതാ ലക്ഷ്മി. ഇതാണ് ലക്ഷ്മി എന്നും വൈകുന്നേരം കുടിക്കുന്ന ചായ. ലക്ഷ്മിയുടെ ചായ. നിനക്ക് അറിയാൻ പറ്റും ലക്ഷ്മി എന്താണ് അവിടുത്തെ അനുഭവം. അപ്പം നിനക്ക്
അന്തവും താലിയും ഒതുക്കി. താലി താലി താലിയാണ് താലി 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 എണ്ണ താലി കഴിച്ചിട്ടുണ്ട് താളി താലി തലി അതിലോല നല്ല താലി. അത് നല്ല താളിയാണ്. അതാ നല്ല താളി എന്ന് പറയുന്നത്. ആരാണോ അതിൽ സുന്ദരി നല്ല താളി എന്ന് പറഞ്ഞാൽ അതിലത്തെ നല്ല ദാസ്യ ദാസിയാണ്. അത് വേറെ. ഇത് താളി എന്ന് പറഞ്ഞാൽ നല്ല താളി. സൂര്യ നമസ്കാരം ചെയ്യാൻ തുടങ്ങി കേട്ടോ. സൂര്യ നമസ്കാരം ചെയ്യാൻ അമ്മ ഉദ്ദേശിച്ചത് നടക്കുക. ബാക്കി വളരെ നീളമൊന്നുമില്ല. അമ്മ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അമ്മ ഉദ്ദേശിച്ചത് നമ്മുടെ താളിപ്പൊടി. ആ അത് പൊടിയല്ല താളി. ചെമ്പരത്തി ഇലയില്ലേടാ ചെമ്പരത്തിയുണ്ട്. പറയാൻ പറ്റൂലേ. ചെമ്പരത്തി ഇലയെ നമ്മൾ നല്ലവണ്ണം കുത്തിപ്പിഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുമോ ഞാൻ പറഞ്ഞു. ശ്രദ്ധിക്കുക. കുത്തിപ്പിഴിഞ്ഞോ അരച്ചൊക്കെ എടുത്ത് നമ്മൾ പണ്ട് എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ച് നല്ലോണം നല്ല പൊടി കുഴായി ഇപ്പോഴല്ലേ ഷാമ്പൂ ഷീമ്പൂ. അന്നത്തെ അതും കെമിക്കൽ ഇല്ലാത്ത ഒറിജിനൽ സാധനം നാച്ചുറൽ. ഒരു ശകലം പോയി നീലി ബൃങ്കാതി തൈലത്തെ പറ്റിയാണോ അമ്മ പറയുന്നത്? അതൊക്കെ അത് വേറെ ഇത് അതൊക്കെ വേറെ. chemical ഇതാദ്യം തൈര്. ഇത് നമ്മുടെ അഴുക്ക് കളയാൻ തൈര്. ഏയ് ലക്ഷ്മി, അപ്പൊ എനിക്കൊരു സംശയം. കൊച്ചുവിന്റെ പണ്ട് ഒരു എണ്ണ ഉണ്ടാക്കി. അത് വേറെ ആ എണ്ണയുടെ പേരെന്തോന്നു ലക്ഷ്മി? ദ്രൗപദി. ദ്രൗപദി ഹെയർ ഓയിൽ. മുടിയഴകിന് ഏറ്റവും ഉചിതം ദ്രൗപദി ഹെയർ ഓയിൽ. അത് ഉപയോഗിക്കുന്നല്ലേ ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതെ അവൻ അത് ഉപയോഗിച്ചപ്പോഴാണ് അവർ താടിയും വിട്ട് വന്നത്. എന്റെ മീശ ആദ്യം എനിക്ക് മീശ ഇല്ലായിരുന്നു. അത് ഉപയോഗിച്ച് കേൾക്കണമെന്ന്. ചേട്ടാ തലമുടി വളരാൻ ദ്രൗപതിയുടെ കഴിഞ്ഞപ്പോ വീഴ്ച വളർത്തു. വാസ്തവം അതാണ് അച്ഛാ, വാസ്തവം അതാണ്. അമ്മ പറയുന്നതെല്ലാം സത്യമാണ് അച്ഛാ. അമ്മ ഈ പറയുന്നതെല്ലാം സത്യമാണ്. ഇപ്പൊ ദ്രൗപദി അനിയത്തി പ്രൊഡക്ഷൻ ഇല്ല. അത് പ്രൊഡക്ഷൻ നിന്നാ ഉണ്ടോ? ഉണ്ടോ എനിക്കറിയില്ല. ഇല്ലല്ല, അനിയത്തി അതോടെ വാലും ചുരുട്ടി പോയി. അതൊന്നുമില്ല, അങ്ങനൊന്നും അല്ലടേ. അന്നൊക്കെ ഉണ്ടാക്കിയപ്പോ അത് കുറച്ചൊക്കെ ചെലവായി. പിന്നെ അത് ആരും അങ്ങനെ ഇതായിട്ട് അങ്ങനെ അവർക്ക് ഒരുപാട് പെരക്കട്ട പണിയാണ്. പിന്നെ സപ്പോർട്ടിന് ആരും ഉണ്ടായിരുന്നില്ല. അതാണ് അത് വേറെ ഇത് വേറെ. ദ്രൗപദി എണ്ണയും ഇത് താളി. താളി എന്ന് പറയുന്നത് പ്രകൃതിയിലെ പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് എന്നല്ല, പ്രോഡക്റ്റ് അല്ല, നമ്മുടെ ഉണ്ടാക്കുന്ന സാധാരണ ചെമ്പരത്തിയുടെ ഇല. പ്രകൃതിയുടെ പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്നത്. പ്രകൃതിയിലെ പ്രോഡക്റ്റ് അല്ല, പ്രകൃതിയുടെ പ്രോഡക്റ്റ് ആണ്. അതിന്റെ ഗ്രാമറൊക്കെ അവിടെ നിൽക്കട്ടെ. താളി എന്ന് പറയുന്നത് അതാണ്. ഒരു കെമിക്കലൊന്നും ചേരാത്ത നാച്ചുറലായിട്ട് പിന്നെ മുടിക്കൊന്നും ക്ഷേമം വരാത്ത രീതിയിലുള്ള ഒരു സാധനമാണ്. അങ്ങനെ താളി പണ്ടൊരു പാട്ടുണ്ട്. താളി പതച്ചൊഴുക്കി തേച്ച് തലയിൽ താളി പതച്ച് തലയിൽ എണ്ണത് അങ്ങനെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. താളി പതച്ചൊരുക്കിക്കൊണ്ട് തലയിലെണ്ണ തേച്ചു താളികളിൽ കൊണ്ടുവന്ന നല്ല താളി മ്യൂസിക് ഡയറക്ഷൻ പറ്റും വല്ലവരുടെ സോങ്ങിന്റെ ട്യൂൺ എടുത്തിട്ട്. അയ്യപ്പനെ അവസാനം പിടിക്കല്ലേ. താളിയിൽ വന്നിട്ട് അയ്യപ്പനിലൊന്നും വരണ്ട. താളികളിൽ നല്ല താളി എണ്ണിയമ്മ നൽകും അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. ചെമ്പരത്തി പൂവെടുത്ത് ഇലയുമെടുത്ത് താളിയുണ്ടാക്കും അമ്മ താളിയുണ്ടാക്കും. ചെമ്പരത്തി പൂവിലയും താളിക്ക് നല്ലത്. അച്ഛാ അച്ഛാ പറയൂ അച്ഛാ. നമ്മൾ കാണിച്ചതൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ. ഓക്കെ, ടാറ്റാ. ഷെയർ തരണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ആ നടുവിലുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ മറന്നു പോകരുത്.
മറന്നു പോകരുതേ. താങ്ക്സ്. Done.